ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാവിലെ 5:15 കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് മഴയൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ചെറിയ മഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസം വന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര കാറ്റാണ്, അതുപോലെ തണുത്ത കാലാവസ്ഥയും കൂടിയാണ്. അപ്പോൾ കാലാവസ്ഥ ഒന്നാമത് തണുത്തതാണ്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ എണീറ്റ് പിന്നെ ഒന്ന് ഓർഡറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും. ശരിക്കും ആ ഒരു ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കേരള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നാളികേരം ചെരുകി എടുക്കാം. പിന്നെ നാളികേരപ്പാലിനൊക്കെ വേണ്ടിയിട്ടുള്ളത് നമുക്ക് നാളികേരം കൊത്തിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. രാവിലെ പിന്നെ ഒരുപാട് ചെറുകാനൊന്നും ഉള്ള ഒരു നേരം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 6:30 ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് നാളികേര കാര്യങ്ങളൊക്കെ ചെരുകി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയായിരുന്നു. ഏത് ബ്രാൻഡ് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ എന്താ പറയുക, പുട്ടിൻ്റെ പൊടിയല്ല കേട്ടോ, മറ്റേ എന്താ പറയുക നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ചെരുകിയെടുത്ത നാളികേരം ഉണ്ടല്ലോ, അത്യാവശ്യം അളവിൽ നാളികേരം ചേരുമ്പോൾ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റി ആയിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വെള്ളം ആയി വരണം. ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഇത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഓട്ടടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് ഓട്ടട എന്ന് പറയും, പക്ഷെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുക. ചില സ്ഥലങ്ങളിൽ കൈപ്പത്തിരി എന്ന് പറയാറുണ്ട്. അതുപോലെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ അതായത് ഒറോട്ടി എന്നുള്ള രീതിയിലൊക്കെ പേരിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ഈ കൈപ്പത്തിരി ആണെങ്കിലും ഒറോട്ടി ആണെങ്കിലും ഒക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസവും അങ്ങനെ ചെറിയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസമൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ബസ്മതി റൈസ് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുക്കുകയാണ്. നമുക്കിന്ന് ഒരു റൈസാണ് ഉണ്ടാക്കണത്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു റൈസ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാവുണ്ടല്ലോ അതൊന്ന് തണുത്ത് വരണം, കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റണ ഒരു ചൂടിലേക്ക് വരണം. പിന്നെ ഞാൻ കുറച്ച് നാളികേരമൊക്കെ ഒന്ന് കൊത്തിയെടുക്കണം കേട്ടോ. കുറച്ച് അധികം നാളികേരം തന്നെ കൊത്തിയെടുക്കുക. നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നാളികേരപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. നാളികേരമൊക്കെ നേരത്തെ ചെരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും പിന്നെ രാവിലെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സമയമുള്ള പോഴൊക്കെ ഞാൻ നാളികേരം ചെരുക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു റെസിപ്പീസിനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരുമിച്ച് തന്നെ എടുത്ത് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുമിച്ചാണ് എടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കറിക്കൊന്നും അല്ല. ഇതിൻ്റെ കൂടെ നാളികേരപ്പാൽ എന്നുള്ളൊരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാളികേരപ്പാൽ ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുതൽ ഈ അപ്പം, ഇടിയപ്പം, ഈ ഓട്ടട അതിൻ്റെ കൂടെയൊക്കെ കൂടുതലും ഈ നാളികേരപ്പാൽ എന്നുള്ള കോമ്പിനേഷനാണ്. അല്ലാത്ത കോമ്പിനേഷൻസും ഉണ്ട്. ഇപ്പോൾ ചിക്കൻ കറി അതുപോലെയുള്ള കറികളുടെ കൂടെയും കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടുതലും ഈ ഒരു കോമ്പിനേഷനായിരിക്കും ഉണ്ടാവുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോഴേക്കും മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ, നാളികേരപ്പാലിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതേ നാളികേരപ്പാൽ അരിച്ച് ഞാൻ മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം അരിച്ചെടുക്കും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക നല്ല ഫൈനായിട്ട് തന്നെ കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം ഈ നാളികേരപ്പാലിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് എന്തിനാണ് ചേർക്കണതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നാളികേരപ്പാലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പഞ്ചസാര നമ്മൾ ചേർത്താലാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, വലിയവർക്ക് ആകുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്.
അപ്പോഴേക്കും നന്ദും ചൂച്ചൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 6:30 ആകുമ്പോഴേക്കും ഇവർ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ. 7:10 ആകുമ്പോഴേക്കും സ്കൂൾ ബസ് വരും. അപ്പോൾ നേരത്തെ തന്നെ അത്യാവശ്യം എണീക്കണം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഒന്ന് എന്താ പറയുക അത്യാവശ്യം ഒരു കുഴച്ചെടുക്കാവുന്ന ഒരു ചൂടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണുണ്ട്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് because of നാളികേരപ്പാൽ. അതെ, നാളികേരപ്പാൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ നാളികേരപ്പാലിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പേഴ്സണലി ഇഷ്ടം തന്നെയാണ്. നമ്മൾ ആ ചെറുപ്പത്തിൽ കഴിച്ച് ശീലിച്ച ആ ഒരു ടേസ്റ്റിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തവയിൽ വെച്ചിട്ട് ഈ ഒരു ഓട്ടട പരത്തിയെടുക്കണം കേട്ടോ. ഒരു നോൺ സ്റ്റിക്ക് തവയിലാണ് വെച്ചത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെച്ചപ്പോൾ അതിന് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ സിലിക്കോണിൻ്റെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ലേ അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ പ്ലേറ്റിലൊന്നും വെച്ച് നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ തവയിൽ വെച്ചിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ചൂടൊക്കെ ആകുമ്പോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് എന്താ പറയുക ഊറ്റിയതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു അടുപ്പിൽ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അടയൊക്കെ റെഡിയായി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ കുരുമുളക് പൊടി അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു റൈസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ പാരൻസിന് അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന മിക്സിങ്ങിന് അത്രയ്ക്ക് സമയം വേണ്ടി വരുള്ളൂ കേട്ടോ. ഒരു റൈസാണ്. പക്ഷേ എഗ്ഗൊക്കെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും ഈസി റെസിപ്പിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റത്തെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അപ്പോഴേക്കും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പം ബാക്കിയുള്ള ഓട്ടടയും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കണം കേട്ടോ. ഒന്ന് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇലയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ വാഴയിലയിൽ പരത്തി വയ്ക്കും. എന്നിട്ട് അതങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു വാഴയില വെച്ചിട്ട് മൂടി വയ്ക്കും. എന്നിട്ട് പിന്നെ ഇതുപോലെ അടപ്പ് വെച്ച് മൂടി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കിവിടെ വാഴയിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും വാഴയില അങ്ങനെ അവൈലബിളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ സിലിക്കോണിൻ്റെ ആ ഒരു ചപ്പാത്തി പരത്തുന്ന ഒരു സംഭവത്തിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സമയം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഇതെന്താ പറയുക ഇത് ഒരെണ്ണാവുമ്പോൾ എന്ന് പറയുന്നത് കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികളൊന്നും ഒരെണ്ണമൊന്നും കഴിക്കുന്നില്ല. ഇതുപോലെ പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ നാളികേരപ്പാൽ ചേർത്തിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടിയാണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല നാടൻ ചിക്കൻ കറിയുടെയൊക്കെ കൂടെ അടിപൊളിയാട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ നിലനിൽക്കണം. അപ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരാം നമ്മൾ കറിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മുടെ ഓട്ടട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ഓട്ടടയും ഒരു ഭാഗം റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കും. ഒരുപാട് സമയം അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. ഒരുപാട് സമയം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാർഡ് ടെക്സ്ചറിലോട്ട് വരും. അപ്പോൾ അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. റൈസ് നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. റൈസ് ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞ് പോകണ്ട. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തത്. ബസ്മതി റൈസ് ആകുമ്പോൾ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഇത് നമ്മുടെ സാധാരണ പാലക്കാടൻ മട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, റെഡ് റൈസ്, അത് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ കൂടുതലും ഇങ്ങനെ ബസ്മതി റൈസാണ് കൂടുതൽ കൊടുത്തേക്കാറ്. നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. ഫ്രഷായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ചോറിട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഈ ഒരു എഗ്ഗിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആവശ്യത്തിനുള്ള ഒരു 4 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു റൈസ് മാത്രം കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അതിനുശേഷം കുറച്ച് സമയം നന്നായിട്ട് ചൂടായിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുള്ളൂ. ഈ ഒരു റൈസ് എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു മുട്ടയുടെ ഫ്ലേവർ, കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതുപോലെ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടുത്ത ഓട്ടടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓട്ടട എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും എന്താ പറയുക, മുട്ടപ്പത്തിരി ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ മുട്ടപ്പത്തിരി എന്ന് പറയും. ആ ഒരു സംഭവത്തിന് പല സ്ഥലങ്ങളിലും ഓട്ടട എന്ന് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ബാക്കിയുള്ളതും കൂടി ഞാൻ ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ മിക്സ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള റൈസ് വെച്ച് നമുക്ക് കേർഡ് റൈസും ഞാൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേർഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഓരോന്ന് റെഡി ആകുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല, വേഗം വേഗം റെഡി ആവണ കാരണം ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ നാടുകളിലും ഇല്ല, ചില സ്ഥലങ്ങളിൽ ടയർ പത്തിരി എന്നൊക്കെ പറയണത് ഇതിൻ്റെയൊക്കെ ഒരു വേരിയേഷൻ തന്നെയാണ്. പിന്നെ സ്കൂളിലേക്കുള്ള സ്നാക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഒരാൾക്ക് ഫ്രൂട്ട് മതി എന്ന് പറഞ്ഞു, ഒരാൾക്ക് ഓട്ടട തന്നെ മതി എന്ന് പറഞ്ഞു, നാളികേരപ്പാൽ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് പേരയ്ക്ക ഫ്രൂട്ടായിട്ട് കൊടുത്തേക്കണു. അതുപോലെ ഓട്ടടയും കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം അതിലേക്ക് നാളികേരപ്പാലിട്ടിട്ട് അങ്ങനെ കൊടുത്തേക്കാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ നാളികേരപ്പാൽ കൊടുത്തേച്ചാലും അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്നില്ല. സ്നാക്സ് എന്ന് പറയുമ്പോൾ ഒരു 2 പീരീഡൊക്കെ കഴിയുമ്പോഴായിരിക്കും സ്നാക്സ് കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും എന്താ പറയുക, അത്ര ചൂടൊന്നുമില്ലല്ലോ. ചൂടുള്ള കാലാവസ്ഥയിലേക്കാണെങ്കിൽ നമുക്ക് നാളികേരപ്പാലൊന്നും കൊടുത്തേക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകുന്നുണ്ടോ. അതുപോലെ ഇനിയിപ്പോൾ ലഞ്ചും പാക്ക് ചെയ്യാണ്. ഇതിൻ്റെ കൂടെ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ് കേട്ടോ. അതിൻ്റെ കൂടെ എന്താ പറയുക, അടിപൊളി തന്നെയാണ്. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വേണമെന്നൊന്നുമില്ല, തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ എഗ് റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നേരം വൈകി എണീക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എഗ് റൈസൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ, വെള്ളം കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലഞ്ചൊക്കെ കഴിക്കണ ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ ബാക്കി റൈസ് വെച്ചിട്ട് കേർഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി ബസ്മതി റൈസിലേക്ക് ഉപ്പും ആവശ്യത്തിന് തൈരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു പാക്കറ്റ് തൈര് ഒഴിച്ചു. ഇനി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. തൈര് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തൈര് ചേർക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ ഒരുപാട് പുളിച്ച തൈര്, അതായത് ഒരുപാട് വെള്ളം പോലെയുള്ള തൈരൊന്നും ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം കട്ടിയുള്ള എന്താ പറയുക, നല്ല തൈര്, നല്ല ടേസ്റ്റുള്ള തൈരാകുമ്പോഴാണ് നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ തൈര് പോരാന്ന് തോന്നി കുറച്ചും കൂടി തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ പറയും നല്ല വെന്ത് കുഴഞ്ഞ് ചോറാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞാൽ നമുക്കത് കേർഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും, വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ച് എടുക്കണം കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത് ഇഞ്ചി തന്നെയാണ്. ഇഞ്ചി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുക്കുക. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ കേർഡ് റൈസ് എന്ന് പറയുമ്പോൾ സാധാരണ അതിലേക്ക് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കിസ്മിസ് അല്ല ചേർക്കണത് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കേർഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ കിസ്മിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് പകരം ഡേറ്റ്സ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഡേറ്റ്സ് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ കേർഡ് റൈസിൻ്റെ ഒരു ഫാനായി മാറിയത് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ പണ്ടൊന്നും എനിക്ക് അങ്ങനെ കേർഡ് റൈസിനോട് അത്ര ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ എനിക്ക് കേർഡ് റൈസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട് കുറച്ചെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ഡേറ്റ്സ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു നട്ട്സ് അതുപോലെ ഈ ഒരു ഡേറ്റ്സൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. പിന്നെ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കേണ്ട. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. കേർഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വയറിന് പ്രശ്നമൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും സജസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ് കേർഡ് റൈസ്. ഇപ്പോൾ വയറിന് പ്രശ്നമായിട്ടൊന്നല്ല കഴിക്കണത് കേട്ടോ, പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇപ്പോൾ.
അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി മുറിച്ചത് ചേർത്ത് കൊടുത്തു, അതുപോലെ കാഷ്നട്ട്, പിന്നെ ഡേറ്റ്സ് മുറിച്ചത് ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ കിസ്മിസ് ചേർക്കുന്നില്ല. കിസ്മിസിന് പകരം എന്നുള്ള രീതിയിൽ ഈ ഒരു ഡേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യും. അതിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് തോന്നി, അത് കാരണം ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്തു, അതുപോലെ കായത്തിൻ്റെ പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും കപ്പലണ്ടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിലേക്ക് പച്ചക്കപ്പലണ്ടി ആയിരുന്നു ചേർത്തത്. പിന്നെ അത് നമ്മുടെ റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഇതിലേക്ക് റൈസ് ചേർക്കരുത്. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേർഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗായിട്ട് വീണ്ടും കാണാം കേട്ടോ.